ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമൃതപ്പൊടി കൊണ്ട് പ്ലെയിൻ കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിക്കുമ്പോൾ ഒന്നും അമൃതപ്പൊടിയാണെന്ന് തിരിയൂല, പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ അമൃതപ്പൊടി ഉണ്ടാകുന്ന ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അമൃതപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിന് എങ്ങനെ റെഡിയാക്കാമെന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഒരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കലാന്ന്. അപ്പം അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം അതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഐറ്റമാണ് വേണ്ടത് അമൃതപ്പൊടി. അപ്പം ഇത് ഒരു കപ്പ് അളവിനാണ് ഞാൻ എടുക്കുന്നുള്ളത്. ഒരു കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ അരിപ്പുള്ളതുകൊണ്ട് അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഒരു 2-3 തവണ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 3 തവണ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കേക്ക് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ആമിമോള്. അവൾക്ക് ഞാനെടുക്കുന്ന സ്പൂണും കാര്യങ്ങളും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റംസൊക്കെ ഓക്കും വേണം. അങ്ങനെ ഓരോന്നിനും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. 1/2 ടീസ്പൂണോളം മാത്രമാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ അമൃതപ്പൊടി അരച്ചെടുക്കുന്നതിന് മുമ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം ഒരുമിച്ച് അരച്ചെടുക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം കേട്ടോ. നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതാണ് ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 3 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാനിതിലേക്ക് വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇത് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ നോർമൽ കേക്കിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കൂലേ, നല്ല പതമൊക്കെ വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കൂലേ, ആ രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല രീതിക്ക് തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കുക. പഞ്ചസാര ഇതിലേക്ക് അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ, ഇത്ര ബാക്കി വെച്ചിട്ടുണ്ട്. കാര്യം അമൃതപ്പൊടിയിൽ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്രയും മാറ്റി വെച്ചത്. ഓവർ മധുരമായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക്
4-5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അമൃതപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. മിക്സാക്കി എടുക്കുമ്പോൾ ഞങ്ങൾ ഒരേ സൈഡിലേക്ക് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും ഓപ്പോസിറ്റായിട്ട് അങ്ങനെ തിരിക്കാൻ പാടില്ല കേട്ടോ. അമൃതപ്പൊടി മുഴുവനും ഇതേപോലെ തന്നെ ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്ക് കുക്കറിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓവനിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാനിതാ കുക്കറിന് മൊത്തത്തിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന്, അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കുക്കർ നല്ല രീതിക്കൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റേ അടുപ്പിൽ ഞാനിത് ഒരു മൂടി, നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ എടുത്താൽ മതി. ഞാനിപ്പോൾ മൂടിയിലാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്ക്. അപ്പം അതും ചൂടാകാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുക്കർ നല്ല രീതിക്ക് തന്നെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വിസിലിടാതെ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഇത് ഹൈ ഫ്ലെയിമിലാണെന്നുള്ളത്. ഇനി ഇത് നമുക്ക് മറ്റേ അടുപ്പിലേക്ക്, മറ്റേ മൂടിൻ്റെ മുകളിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം ആ അടുപ്പിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കുറച്ച് കൊടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ, ഒരു 30 മിനിറ്റോളം നമുക്ക് ഇതിനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. കേക്കൊന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഏകദേശം കുക്കാവേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് സെറ്റാക്കുകയാണെങ്കിൽ ഇത് അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കേക്കാണെന്ന് ആർക്കും തിരിയില്ല കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമൃതപ്പൊടി കുട്ടികൾ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നവരുണ്ട്. അമൃതപ്പൊടി വേസ്റ്റാക്കി കളയുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും കുട്ടികൾ കഴിക്കും. അപ്പം ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. അമൃതപ്പൊടി കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അപ്പം മക്കൾക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വ്ളോഗോ വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. Sopra?